ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ നോയമ്പിൻ്റെ ധ്യാന പരമ്പരയിൽ ഇന്ന് നാം ചിന്തിക്കുന്നതായ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഇവിടെ 4 പേര് ക്രിസ്തുവിലേക്കുള്ള ഒരു യാത്രയ്ക്ക് സന്നദ്ധരാകുന്നു. യേശുവിനെ കാണാൻ, യേശുവിനെ അറിയാൻ, മനസ്സിലാക്കാനുള്ള ഒരു യാത്ര. ഈ യാത്രയ്ക്കുള്ള സന്നദ്ധതയാണ് നോയമ്പിൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. അവർ യാത്ര തിരിക്കുക മാത്രമല്ല, ആ യാത്രയ്ക്ക് സാധ്യതയില്ലാതിരുന്ന ഒരു മനുഷ്യനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ കാണിച്ചതായ അവരുടെ ത്യാഗമാണ് നോയമ്പിൻ്റെ ആത്മീയത. അതുകൊണ്ട് നോയമ്പിൻ്റെ ഈ ത്യാഗോജ്വലമായിരിക്കുന്ന ആത്മീയതയുടെ ഭാഗമാകാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. 4 പേരും പക്ഷപാതക്കാരനായ മനുഷ്യനെ കിടക്കയോടെ എടുത്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അവിടെ കൊണ്ടുവരുമ്പോൾ അവന് യേശുവിനെ കാണാനും യേശുവിൻ്റെ അടുക്കൽ അവനെ എത്തിക്കാനുമുള്ള ധാരാളം തടസ്സങ്ങളുണ്ട്. എന്നാൽ ആ വീട്ടുടയവൻ തൻ്റെ വീടിൻ്റെ മുകൾ ഭാഗം പൊളിച്ച് അവനെ യേശുവിൻ്റെ അടുക്കൽ ഇറക്കി വയ്ക്കാൻ സന്നദ്ധനാകുന്നു, അതിന് അനുവാദം കൊടുക്കുന്നു. അതും ത്യാഗത്തിൻ്റെ മറ്റൊരു ഭാവമാണ്. അതുകൊണ്ട് നോയമ്പ് എപ്പോഴും അവരനെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ത്യാഗത്തിൻ്റെ ഒരു ആത്മീയതയാണ്. മറ്റൊന്ന്, യേശുവിന് മുൻപാകെ വന്നു ചേർന്ന ഈ മനുഷ്യന് യേശുക്രിസ്തുവിൽ നിന്ന് പാപക്ഷമയും യേശുക്രിസ്തുവിൽ നിന്ന് സൗഖ്യവും ലഭിച്ചിട്ട് ആ സാന്നിധ്യബോധത്തിൽ അവൻ ലോകത്തിലേക്ക് പുറപ്പെടുക. നോയമ്പ് ഈ കാലഘട്ടം നമുക്ക് മുമ്പിൽ ഉയർത്തുന്ന വലിയ വെല്ലുവിളി, ഈ ക്രിസ്തു സാന്നിധ്യ ബോധത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ട് ക്രിസ്തുവിനെ ലോകത്തിന് അവതരിപ്പിക്കുന്നതാണ് ഈ നോയമ്പിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. 19-ാം നൂറ്റാണ്ടിൽ ന്യൂ ഹെബ്രിഡ്സ് എന്ന് പറയുന്ന ദ്വീപസമൂഹത്തിലേക്ക് മിഷണറി ദൗത്യമായിട്ട് പോയ A.W. മിൽ എന്ന് പറയുന്ന മിഷണറിയുടെ ജീവിതം ഒരു വലിയ പ്രചോദനമാണ്. അവിടെ എത്തിയതായിരിക്കുന്ന മിൽ നീണ്ട 45 വർഷങ്ങൾ അവിടെയുള്ള കിരാതരായിരിക്കുന്ന ആളുകളുടെ നടുവിൽ സുവിശേഷ വേല ചെയ്തു. അദ്ദേഹം 45 വർഷങ്ങളിലെ തൻ്റെ മഹത്വമേറിയ ദൈവിക ദൗത്യത്തിന് ശേഷം ഈ ലോകത്തിൽ നിന്ന് നീക്കപ്പെട്ടു. ആ ഗ്രാമവാസികൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം തങ്ങളുടെ ഗ്രാമത്തിൻ്റെ നടുവിൽ അടക്കം ചെയ്തു. അവിടെ അവർ ഒരു ശിലാഫലകം എഴുതി ചേർത്തു. അതിപ്രകാരമാണ്: When he came, there was no light. When he left, there was no darkness. അവനോട് വന്നപ്പോൾ ഇവിടെ വെളിച്ചമില്ലായിരുന്നു, പക്ഷേ അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഇവിടെ ഇരുട്ട് ഒട്ടും ഇല്ലായിരുന്നു. ഇതാണ് നോയമ്പിൻ്റെ ഏറ്റവും വലിയ ദൗത്യ പ്രചോദനം. അതുകൊണ്ട് 4 ആളുകളെ പോലെ ക്രിസ്തുവിലേക്ക് വരാനുള്ള സന്നദ്ധരാവാം. 4 ആളുകൾ അവരനെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ കാണിച്ചതായ ത്യാഗം നമുക്കും ഏറ്റെടുക്കാം. അതോടൊപ്പം യേശുവിനെ കണ്ടുമുട്ടുന്ന ജീവിതം, ആ സാന്നിധ്യബോധത്തോടെ ലോകത്തിലേക്ക് പുറപ്പെടാം. അങ്ങനെ അർത്ഥവത്തായ ഒരു നോയമ്പിൻ്റെ അനുഭവക്കാരാകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, സ്വർഗീയ പിതാവേ, ക്രിസ്തുവിലേക്കുള്ള യാത്രയുടെ ഭാഗമാകാൻ ഞങ്ങളെയും സഹായിക്കണമേ. ഞങ്ങൾ കേവലം യാത്രികരാകുക മാത്രമല്ല, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്ന ത്യാഗം ഏറ്റെടുക്കാൻ ഞങ്ങളെയും ബലപ്പെടുത്തണമേ. കർത്താവെ, ക്രിസ്തുവിൽ നിന്ന് രക്ഷയും സൗഖ്യവും വിടുതലും പ്രാപിച്ച് ഈ ലോകത്തിൽ ആ സാന്നിധ്യബോധത്തിൽ ജീവിക്കാൻ ആവശ്യമായ നോയമ്പിൻ്റെ വെല്ലുവിളി ഞങ്ങൾക്കും നൽകണമേ. മിശിഹായുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.